ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ നമ്മളിപ്പോൾ CSAT നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റിമൈൻഡർ തിയറം, കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഡിവിസിബിലിറ്റി പഠിച്ചു, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ റിമൈൻഡർ തിയറമാണ് പഠിക്കുന്നത്. അപ്പോൾ റിമൈൻഡർ തിയറത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അതായത് നമ്മൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 23 എന്ന നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പണ്ട് മുതലേ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? അതായത് ഈ 23 എന്ന നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ 23 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയും. ഈ 23നെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ഓക്കെ, ഡിവിഡൻഡ്. അതുപോലെ ഈ 4 എന്ന് പറയുന്നത്, അതായത് 23 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 4നെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. ഡിവൈസർ. ക്ലിയർ? ഇനി 23 നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? അതായത് ആദ്യം നമ്മൾ 2ൽ 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 23 എടുക്കും. 23ൽ എത്രയാണ്? 5 ടൈംസ് 4 ആണ്. അതായത് 4 × 5 ആണ് 20. സോ നമുക്ക് എന്താ, റിമൈൻഡർ 3 കിട്ടി. അപ്പോൾ ഈ 3 നമ്മൾ എന്ത് പറയും? റിമൈൻഡർ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഡിവൈസർ ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, റിമൈൻഡർ ഉണ്ട്. അപ്പോൾ ഈ 5നെ നമ്മൾ പറയും കോഷ്യൻ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഈ 4 ടേമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ആദ്യം 23 എന്ന നമ്പറിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ആ ഏത് നമ്പറിലാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. അതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്താ? കോഷ്യൻ്റ് എന്ന് പറയും. അതുപോലെ നമുക്കെന്താ, ഇവിടെ ഒരു 3 റിമൈൻഡർ വന്നിട്ടുണ്ട്. അതായത് ആക്ച്വൽ എന്താ, 4 × 5 ആണ് 20. ആക്ച്വലി ഇത് 23 ആണ്. അപ്പോൾ റിമൈൻഡർ 3 ആണ് വരിക. അപ്പോൾ ഈ 4 ടേം നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ 20 ആണെങ്കിൽ 20നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? 5 × 4 ആണ് 20. സോ ഇവിടെ റിമൈൻഡർ 0 വന്നു. അങ്ങനെ റിമൈൻഡർ 0 വന്നാൽ നമ്മൾ എന്ത് പറയും? ആ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ റിമൈൻഡർ ഈക്വൽ ടു 0 വന്നാൽ നമ്പർ ഡിവിസിബിൾ ആണ്, നമ്പർ 4ൽ ഡിവിസിബിൾ ആണെന്ന് പറയും. ഓക്കെ, റിമൈൻഡർ 0 വന്നാൽ നമ്മൾ പറയും 20 എന്ന നമ്പർ 4ൽ ഡിവിസിബിൾ ആണ്. ഇപ്പോൾ 23 എന്ന നമ്പർ നമ്മൾ ചെയ്യുമ്പോൾ 4 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയും? 3 ആണ് റിമൈൻഡർ വരിക. അപ്പോൾ എന്താ, 4 കൊണ്ട് 23 ഡിവിസിബിൾ അല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 ആയാൽ നമുക്ക് എന്ത് പറയാം? ഇത് ഡിവിസിബിൾ അല്ല എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ 23നെ 4 കൊണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 5 കിട്ടി, എന്താ 20 കിട്ടി, റിമൈൻഡർ 3 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ നമുക്ക് പറയാം 23 എന്നതിനെ നമ്മൾ പറഞ്ഞു ഡിവിഡൻഡ് എന്ന് പറഞ്ഞു. സോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ്. അതായത് അല്ലെങ്കിൽ ഈ മേലെ കിട്ടിയ 5 എന്താണ്? അതാണ് കോഷ്യൻ്റ്. സോ കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ. കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. നമ്മൾ ബേസിക് കാര്യങ്ങൾ മുതൽ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പഠിച്ചു വെക്കാം. അതായത് ഡിവിഡൻഡ് ആണ് നമുക്ക് ഉള്ള വാല്യൂ. അത് എന്ന് പറയുന്നത് എന്താ? കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് 23 ഈക്വൽ ടു എന്താണ്? കോഷ്യൻ്റ് 5 ഇൻറ്റു 4 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 3. സോ നോക്കിയേ, 5 × 4 20 ആണ്, പ്ലസ് 3. സോ ആൻസർ എന്താ? 23 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ്? ബേസിക് കാര്യങ്ങൾ, നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്മോളർ നമ്പറിനെ ബിഗ്ഗർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, എക്സാമ്പിൾ നോക്കാം. നമുക്ക് എന്താ, ഒരു 5 എന്ന നമ്പറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 5 സ്മോളർ ആണ്, 7 ബിഗ്ഗർ ആണ്. അങ്ങനെ വന്നാൽ നമ്മുടെ റിമൈൻഡർ എന്തായിരിക്കും? അങ്ങനെ വന്നാൽ റിമൈൻഡർ എന്ന് പറയുന്നത് ഈ സ്മോളർ നമ്പർ ആയിരിക്കും. അതായത് 5 തന്നെയായിരിക്കും റിമൈൻഡർ. ക്ലിയർ? അതായത് നമുക്ക് എന്താ, ഇങ്ങനെ നമ്മൾ നോക്കിയാൽ 5നെ നമുക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ, റിമൈൻഡർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. സോ
നമ്മളെന്ത് മനസ്സിലാക്കി? സ്മോളർ നമ്പറിനെ ബിഗ്ഗർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ എന്ന് പറയുന്നത് റിമൈൻഡർ ഈക്വൽ ടു സ്മോളർ നമ്പർ ആണ്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള 4 നമ്പർ, അതായത് എത്ര നമ്പർ ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരുപാട് നമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 123 പ്ലസ് 233 പ്ലസ് 542 പ്ലസ് 325. അപ്പോൾ ഇങ്ങനെ എത്ര നമ്പറിനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഡിവൈഡ് ബൈ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 4 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്പറിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മളെന്താ സാധാരണ നമ്മളെങ്ങനെ ചെയ്യും? സാധാരണ നമ്മൾ ഇത്രയും നമ്പേഴ്സിനെ, ഈ 4 നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിനെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം. അതായത് 123 അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റിമൈൻഡർ എത്ര വരും? അതായത് നമുക്കറിയാം 120 എന്ന നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 120നെ നമ്മൾ 4 കൊണ്ട് ഇതുപോലെ ചെയ്താൽ 120 ഡിവൈഡ് ബൈ എന്താണ് 4 ചെയ്താൽ എന്താ നമുക്കറിയാം അത് ഡിവിസിബിൾ ആണ്. അതായത് 12 4 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? ആണ്. അപ്പോൾ 120യും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ 123 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിമൈൻഡർ 3 ആണ് കിട്ടുക. 124നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 123 നമ്മൾ 123 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ റിമൈൻഡർ 3 ആണ് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യും? റിമൈൻഡർ 3 അത് നമ്മൾ ഇതിൻ്റെ മേലെ എഴുതാം. അടുത്തത് 233 നമ്മൾ ഡിവൈഡ് ചെയ്താൽ, അതായത് 232നെ ഡിവൈഡ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിമൈൻഡർ തിയറം നമ്മൾ 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ് 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ. അതായത് എന്താ ലാസ്റ്റ് 2 വാല്യൂ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ ഫുൾ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഏതാ 233 ആണ് തന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം 232 എന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 232 ആണ് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പോൾ 233 അത് നമുക്കപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും അല്ലേ? 232നേക്കാളും 1 കൂടുതലാണ് 233. സോ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും. അത് ക്ലിയർ അല്ലേ? അടുത്തത് 542 ആണെങ്കിലോ നമ്മൾ ലാസ്റ്റ് 2 ടേം നോക്കുക. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ 2 ആണ്. 42 ആയതുകൊണ്ട് 2 ആണ് റിമൈൻഡർ വരിക. അപ്പോൾ അത് ഇതിൻ്റെ മേലെ എഴുതാം. അടുത്തത് 325. അപ്പോൾ നമുക്കറിയാം 24 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 25 ആയാലോ? 25 ആയാൽ 1 ആണ് റിമൈൻഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ല. നമ്മൾ ന്യൂമറേറ്ററിൽ തന്നിട്ടില്ല. അതായത് മേലെയുള്ള വാല്യൂ ആണ് ന്യൂമറേറ്റർ, താഴെയുള്ള വാല്യൂ ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇതെല്ലാം മേലെയുള്ള വാല്യൂവിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? ഇതൊക്കെ നമുക്ക് ഇവിടെ ഉള്ള സൈൻ ഏതാണുള്ളത്? ഇതിൻ്റെ നടുക്കുള്ള സൈൻ ഏതാണ്? പ്ലസ് ആണുള്ളത്. സോ നമ്മളിതാ ഈ ഓരോ വാല്യൂ നമ്മൾ പ്ലസ് ചെയ്യുന്നു. റിമൈൻഡർ ഒക്കെ നമ്മൾ പ്ലസ് ചെയ്യുന്നു. റിമൈൻഡർ ഒക്കെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 + 1 4, 4 + 2 6 + 1 7 കിട്ടും. സോ എന്താ 7 ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുക. ഡിവൈഡ് ബൈ 4 ഇടുക. അപ്പോൾ റിമൈൻഡർ ഒക്കെ കൂട്ടിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഡിനോമിനേറ്ററിൽ 4 തന്നെയാണ്, അപ്പോൾ 4 ഇടുക. സോ ഇപ്പോൾ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടും? 7/4 ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ് കിട്ടുക. സോ ഈ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും വാല്യൂവിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3 ആണ് കിട്ടുക. ക്ലിയർ? നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ മനസ്സിലാവും. അതായത് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇതിൻ്റെ റിമൈൻഡർ കാണുന്നു. എന്നിട്ട് നടുക്ക് ഉള്ള പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, ആ സൈൻ ഇടുക, ന്യൂമറേറ്റർ ചെയ്യുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. സോ 7/4 ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 3 ആണ് കിട്ടുക. സോ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ നിങ്ങൾക്കൊരു എത്രയാണ്? 9 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 9/4 ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? 9/4 ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. കാരണം 4 × 2 8 ആണ്. അത് കഴിഞ്ഞിട്ട് റിമൈൻഡർ 1 ആണ്. അപ്പോൾ സെക്കൻഡ് റൂൾ മനസ്സിലായില്ലേ? എന്താ എത്രയെങ്കിലും നമ്പർ ആഡ് ചെയ്താൽ നമ്മൾ എന്താ ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഇടുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് റൂളിൽ പഠിക്കാനുള്ളത്. അടുത്ത റൂൾ നോക്കിയാൽ, അടുത്ത റൂള് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ 3 നമ്പർ നമ്മൾ എത്രയെങ്കിലും നമ്പർ, 3 അല്ല എത്ര വേണമെങ്കിലും നമ്പർ ആണെങ്കിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നേരത്തെ ചെയ്ത സെയിം ആണ്. അതായത് നമുക്ക് എക്സാമ്പിൾ 123 × 233 × 542, നേരത്തെ ഇത്രയല്ലേ ചെയ്തത്? ലാസ്റ്റ് എന്താ നമ്മൾ ചെയ്തത്? 325 ആണ് ചെയ്തത്. ഓക്കെ, ഡിവൈഡ് ബൈ 4 നേരത്തെ ചെയ്ത സെയിം ആണ്.
അപ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എത്രയാണ്, റിമൈൻഡർ 3 ആണ്. സെക്കൻഡ് 3 എത്രയാണ്, 233 ആണ് കിട്ടുക. 233 ആണ്. സോ 233 ആകുമ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടുക. അടുത്തത് ഇത് 2 ആണ് കിട്ടുക. ഇതാണെങ്കിൽ 1 ആണ് കിട്ടുക. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈൻ ഏതാണുള്ളത്, സൈൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ നേരത്തെ നമ്മൾ പ്ലസ് ഇട്ടു, ഇവിടെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ എന്ത് കിട്ടും, 3 × 1 3 ആണ്, ഇൻറ്റു 2 6, 6 × 1 6 ആണ്. അപ്പോൾ 6/4 ആണ് ഇവിടെ കിട്ടുക. നേരത്തെ ചെയ്ത സെയിം ആണ്, നടുക്കുള്ള സൈൻ മാത്രം മാറി. സോ 6/4 കിട്ടും. 6/4 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്താണ്, റിമൈൻഡർ 2 ആണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. 6/4 എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്, 2 കിട്ടി. അപ്പോൾ ഈ 3 റൂള് നമ്മൾ പഠിച്ചു വെക്കുക. 3 റൂള് പഠിച്ചു വെക്കുക. സോ നമുക്കിത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ഇത് CSAT 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നോക്കി, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ വന്നു, 91 × 92 × അതുപോലെ 93 × 94 പ്ലസ് 96 95 ഉണ്ടല്ലേ, 95 പ്ലസ് 97 പ്ലസ് 98. അപ്പോൾ ഇത്രയും നമ്പറിന് നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1261 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ റിമൈൻഡർ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 1261 ഈ നമ്പറിനെ നമുക്ക് കറക്റ്റായി കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇവിടെ എന്താ ഇൻറ്റു ആണ്, എല്ലാ വാല്യൂ ഇൻറ്റു ആണ്, ഇൻറ്റു ആണ് എല്ലാ വാല്യൂ, പ്ലസ് അല്ല. സോ എന്താ, പ്ലസ് വന്നാൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. പ്ലസ് വന്നാൽ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അതായത് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. 4 × 3 × 6 / 4 ചെയ്തു. ഇങ്ങനെ വന്നാൽ നമ്മൾ ഈ 4നെയും ഈ 4നെയും കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഇവിടെ എന്താ, ഈ 4നെയും കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് എന്താ, റിമൈൻഡർ 0 ആയിരിക്കും. അങ്ങനെ ഡിനോമിനേറ്ററിനെ കംപ്ലീറ്റ് ആയി നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റിയാൽ നമുക്കറിയാം എന്താണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. റിമൈൻഡർ ഈക്വൽ ടു 0 ആണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് 4 × 3 × 6 / 8 ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ 4നെയും 8നെയും കട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഡിനോമിനേറ്ററിൽ 2 കിട്ടും. അതായത് 4 × 2 ആണ് 8. സോ ഡിനോമിനേറ്ററിൽ 2 കിട്ടും. ഇനി ഈ 2നെയും നമ്മൾ 6നെയും കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3 കിട്ടും. ഡിനോമിനേറ്ററിൽ ഫുള്ള് കംപ്ലീറ്റ് കട്ടായിട്ട് 1 കിട്ടും. സോ എന്താ, ഡിനോമിനേറ്റർ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ എന്ത് പറയും, ഇത് കംപ്ലീറ്റ് എന്താ, ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഈ വാല്യൂ 8 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം. അതുപോലെ സെയിം റൂളാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും സംഭവം, അതായത് 91 തൊട്ട് 98 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമുക്ക് 1261 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഈ 1261നെ നമുക്ക് 13 × എങ്ങനെയാണ് 97 എന്ന് എഴുതാം. 13 × 97 ആണ് ഇത് 1261. സോ അപ്പോൾ ഇതിന് പകരം നമുക്ക് 13 × 97 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 97ഉം ഈ 97ഉം കട്ട് ചെയ്തു. പിന്നെ ഈ 13ഉം നമുക്ക് ഏതാ, 91ഉം കട്ട് ചെയ്യാം. കാരണം എന്താ, 13 × 7 ആണ് 91. 13 × 7 ആണ് 91. അപ്പോൾ 13നും 91നെയും കട്ട് ചെയ്താൽ ഇവിടെ 7 കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിയേ, ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായിട്ട് എലിമിനേറ്റ് ആയി, കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, റിമൈൻഡർ 0 എന്ന് പറയാം. അപ്പോൾ ആൻസർ എന്താ, ഓപ്ഷൻ ഡി, റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ CSATലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇത് നോക്കി, ഇവിടെ നമ്മൾ പവറാണ് വന്നിട്ടില്ലേ, അതായത് 37/1234. അപ്പോൾ ഇവിടെ പവറാണ് വന്നിട്ടില്ലേ, അതായത് ഈ പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 37/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, 37 × 37 എന്നാണ്. 37 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 37 എന്ന് പറയുന്നത് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് 37/5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 37/1234 എന്ന് പറയുന്നത് എന്താ, 1234 ടൈംസ് 37നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്, 37 × 37 × 37. അങ്ങനെ എത്ര പ്രാവശ്യം എഴുതാം, 1234 ടൈംസ് 37 എഴുതാം, / 36 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ റൂള് പഠിച്ചു, എന്താണ്, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. സോ ഇത് സെപ്പറേറ്റ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുമ്പോൾ 37നെ റിമൈൻഡർ കണ്ടുപിടിക്കുമ്പോൾ 36 കൊണ്ട് കട്ട് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടും. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ 1 ആണെന്ന് കിട്ടും. സോ കംപ്ലീറ്റ് ആയി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, കംപ്ലീറ്റ് ആയി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 × 1 × 1 × സോ എന്താണ്, 1 തന്നെ കിട്ടും.
സോ 1/36 കിട്ടും. 1/36 വന്നാൽ നമ്മൾ ഫസ്റ്റ് റൂൾ എന്താണ്? സ്മോളർ ബൈ ബിഗ്ഗർ. എന്താണ്? റിമൈൻഡർ ഈക്വൽ ടു സ്മോളർ വാല്യൂ, അതായത് 1 എന്ന വാല്യൂ ആണ് ആൻസർ കിട്ടുക. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയേ, നേരത്തെ എന്താ വന്നത്? അതായത് 37 എന്ന് പറയുന്നത് നമ്മുടെ 36-നേക്കാളും ഒന്ന് കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, a+1 റേസ് ടു n എന്ന വാല്യൂ ഡിവൈഡ് ബൈ a എന്ന് വന്നാൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? അതായത് ഡിനോമിനേറ്ററുള്ള വാല്യൂവിനേക്കാളും ന്യൂമറേറ്റർ എന്ന വാല്യൂ ഒന്ന് കൂടുതലാണ്. അതായത് ഡിനോമിനേറ്റർ a ആണെങ്കിൽ ന്യൂമറേറ്റർ a+1 ആണെങ്കിൽ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര പവർ ആയാലും റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, എത്ര പവർ ആണെങ്കിലും റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 15⁻³ ഇത് നോക്കി, ഇത് റിമൈൻഡർ ഇത് ഡിനോമിനേറ്ററിനേക്കാളും ഒന്ന് കുറവാണ്. അതായത് റിമൈൻഡർ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 6 ആണ്, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 15 ആണ്. സോ ഒന്ന് കുറവാണ്. സോ ഇതും നമുക്ക് എങ്ങനെ എഴുതാം? 15 × 15 × 15 അങ്ങനെ എഴുതാം, ഡിവൈഡ് ബൈ 16 എഴുതാം. സോ 15/16. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് കൂടുതലാണ്. സോ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് -1 റിമൈൻഡർ ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് റിമൈൻഡറിൻ്റെ കൺസെപ്റ്റാണ് എടുക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഇവിടെ എന്താ 16നെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ -1 റിമൈൻഡർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് -1 റിമൈൻഡർ ആയിട്ട് എടുക്കാം. കാരണം 16നേക്കാളും ഒന്ന് കുറവാണ് 15. സോ -1 റിമൈൻഡർ ആയിട്ട് എടുക്കുന്നു. നമ്മൾ എല്ലാ വാല്യൂവിനും -1 റിമൈൻഡർ ആയിട്ട് എടുക്കാം. ഇനിയോ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇവിടെ -1ൻ്റെ കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. -1 × -1 2 പ്രാവശ്യം -1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി -1 × -1 × -1 എന്ത് കിട്ടും? 3 പ്രാവശ്യമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് -1 × -1 1 കിട്ടും. വീണ്ടും ഒരു -1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും. അതുപോലെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടും. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൈനസ് എന്ന വാല്യൂവിൻ്റെ കൂടെ ഓഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈവൻ ആണെങ്കിൽ, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് -1 × -1 2 പ്രാവശ്യം ആണെങ്കിൽ ഈവൻ ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 തന്നെ കിട്ടും. ഇനി ഓഡ് ടൈംസ് ആണ്, അതായത് 3 പ്രാവശ്യം ഓഡ് ആണെങ്കിൽ എന്ത് കിട്ടും? -1 തന്നെ കിട്ടും. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു നമ്പറിനെ മൈനസ് എന്ന നമ്പറിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പോസിറ്റീവ് വാല്യൂ കിട്ടും. അതായത് അല്ലെങ്കിൽ 4 പ്രാവശ്യം ഈവൻ ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. ഇനി ഓഡ് ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. ആ കാര്യം പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാലോ, -1 നമുക്ക് പവർ കിട്ടി. എത്ര ടൈംസ് ആണ് നമ്മൾ -1 മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ നോക്കിയേ, ഇതിൻ്റെ പവർ 368 ആണ്. 368 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഈവൻ ടൈംസ് എന്താ? -1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 തന്നെ കിട്ടും, പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ 1/16 എന്ന് കിട്ടും. ക്ലിയർ? അതായത് ഈവൻ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് 1 തന്നെ കിട്ടും. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമൈൻഡർ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ക്ലിയർ? അതായത് ഈവൻ പവർ വന്നാൽ, അതായത് ഡിനോമിനേറ്ററിൽ a ആണ്, ന്യൂമറേറ്ററിൽ a-1 വന്നു. പവർ ഈവൻ പവർ ആണെങ്കിൽ, അതായത് ഈവൻ പവർ ആണെങ്കിൽ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഓഡ് പവർ ആണെങ്കിലോ? ഓഡ് പവർ ആണെങ്കിൽ, അതായത് ഇവിടെ ഓഡ് പവർ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഓഡ് പവർ ആണെങ്കിൽ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഓഡ് പവർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് പവർ ആണെങ്കിൽ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് -1 ആണ് കിട്ടുക, ഡിവൈഡ് ബൈ 16 കിട്ടും. അങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന് ആ നമ്പർ മൈനസ് ചെയ്യുക. അതായത് ഇവിടെ 16 - 1 എന്ന് എടുക്കുക. സോ 15 ആണ് ഇവിടുത്തെ റിമൈൻഡർ വരിക. ക്ലിയർ? അതായത് നമ്മുടെ ആൻസർ എന്ന് റിമൈൻഡർ കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. 1 ആണെങ്കിൽ നമുക്ക് ആ സെയിം വാല്യൂ തന്നെ എടുക്കാം. ഇനി നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്താ? ഡിനോമിനേറ്റർ വാല്യൂ, അതായത് 16, അതിൽ നിന്ന് ആ വാല്യൂ മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 15 ആണ് ഇവിടെ റിമൈൻഡർ കിട്ടുക. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇവിടെ നോക്കിയേ എന്താണ്? 3⁻81 ഡിവൈഡ് ബൈ 28. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു. എന്താണ്? ഒരു പവർ, അതായത് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ a എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ a-1 ആയാൽ, a-1 ആയാൽ നമുക്ക് എന്താ? നമുക്ക് ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിനെ പോലെ ചെയ്യാൻ പറ്റും.
അതായത് ഡിനോമിനേറ്ററിൽ ഇപ്പോൾ 28 പക്ഷേ ന്യൂമറേറ്റർ നമുക്ക് 27 ആക്കിയാൽ 27 ആക്കിയാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് നമുക്ക് നേരത്തെ റൂൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. സോ ഈ 381 നമ്മൾ 3 ക്യൂബ് എന്നാക്കി എഴുതാൻ പറ്റിയാൽ നമുക്ക് നേരത്തെ പറഞ്ഞ റൂൾ വെച്ച് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം m all raised to n എന്ന വാല്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? a(m into n എഴുതാം. a(m) all raised to n എന്ന് പറഞ്ഞാൽ a(m into n എഴുതാം. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് 3(3) എന്ന് പറഞ്ഞാൽ എന്താണ്? 3(3) 27 ആണ്. അപ്പോൾ 3(3) whole raised to ഞാനിവിടെ എന്തിടുന്നു? 27 എന്ന് ഇടുന്നു. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? അതായത് നമ്മളിതാ ഈ റൂള് വെച്ച് നോക്കിയാൽ മതി. അതായത് 3(3) whole raised to 27. അപ്പോൾ എന്ത് കിട്ടും? 3(3) into 27. അപ്പോൾ ഇതെന്താണ് കിട്ടുക? 3(3) into 27. 3 into 27 എന്ത് കിട്ടും? 81 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ 3(81) തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ 3(81)നെ 3 ക്യൂബ് whole raised to 27 എന്ന് മാറ്റി എഴുതി. അപ്പോൾ ഇത് മാറ്റി എഴുതാൻ എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാം ഡിനോമിനേറ്ററിൽ 28 ആണ്, ന്യൂമറേറ്ററിൽ നമുക്ക് 27 വരുന്നുണ്ടോ എന്ന് നോക്കണം. സോ നമുക്കറിയാം 3 ക്യൂബ് 27 ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ 81നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27 ആണെന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക? നമ്മൾ 3 ആണ് നമുക്ക് പവർ വേണ്ടത്. ആ പവർ ഇവിടെ ഇടാം. പിന്നെന്താ? 27 ഹോൾ പവർ ഇടാം. ഡിവൈഡ് ബൈ എന്താ? 28 എന്ന് ഇടാം. ഇതെന്താണ് വാല്യൂ? 27. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. ഹോൾ റൈസ് ടു 27 ഡിവൈഡ് ബൈ 28 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? 27 ഇൻറ്റു 27 ഇൻറ്റു അങ്ങനെ പോയില്ലേ? ഡിവൈഡ് ബൈ 28 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു. എന്താണ്? ഇങ്ങനെ വന്നാൽ എന്താ? പവർ -1 ആണ്. -1 ആണ്. എത്ര ടൈംസ് ആണ് -1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 27 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 27 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? -1 കിട്ടും. -1 ഡിവൈഡ് ബൈ 28 ആണെന്ന് കിട്ടും. സോ ഞാൻ നേരത്തെ പറഞ്ഞു -1 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? -1 വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 28 ആ -1 ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക. അതായത് എന്താ? 28 -1 ചെയ്യാം. സോ 28 -1 28 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതും സെയിം കോൺസെപ്റ്റാണ്. അതായത് എന്താണ് ഇവിടെ? നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2(243) ഡിവൈഡ് ബൈ 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 1 മുതൽ 30 വരെയുള്ള ക്യൂബ്സ് നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിച്ചു വെക്കുക. അതുപോലെ 1 മുതൽ 10 വരെയുള്ള ക്യൂബ്സ് പഠിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാണുന്നത്, എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കാണുന്നത്, ആ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താണ് ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 1 മുതൽ 30 വരെ പഠിച്ചാൽ നമുക്ക് ഒരുപാട് സ്ക്വയേഴ്സ് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ 1 മുതൽ 10 വരെയുള്ള ക്യൂബ്സും പഠിച്ചു വെക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ നമ്മൾ എന്താ? ഡിനോമിനേറ്ററിൽ 9 വന്നു. ഇനി ന്യൂമറേറ്ററിൽ 10 വന്നാൽ നമുക്ക് ചെയ്യാം, 8 വന്നാലും ചെയ്യാം. കാരണം ഡിനോമിനേറ്ററേക്കാൾ 1 കൂടുതലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിമൈൻഡർ കിട്ടും, 1 കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിമൈൻഡർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ അറിയാം 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. സോ 8 എന്ന് പറയുന്നത് 9നേക്കാൾ 1 കുറവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 ക്യൂബ് എന്ന് എഴുതാം. ഇനി അതിൻ്റെ പവർ എന്തായിരിക്കും? അതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ശരിക്കും എത്രയാണുള്ളത്? 243 ആണ്. അപ്പോൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 243നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 8, ഇവിടെ 1. സോ 81 ആണെന്ന് പവർ കിട്ടും. അപ്പോൾ 2 ക്യൂബ് ഹോൾ റൈസ് ടു 81 ആണെന്ന് കിട്ടും. ഡിവൈഡ് ബൈ 9 കിട്ടും. സോ എന്താ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. ഡിവൈഡ് ബൈ 9 ഹോൾ റൈസ് ടു 81. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 8ൻ്റെ റിമൈൻഡർ എത്രയാണ്? -1 ആണ് കിട്ടുക. -1 റൈസ് ടു എത്രയാണ്? 81 ഡിവൈഡ് ബൈ 9. സോ 81 എന്ന് പറയുന്നത് എന്താണ്? 81 എന്ന് പറയുന്നത്
സോ 81 എന്ന് പറയുന്നത് എന്താണ്? 81 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പർ ചെയ്താൽ -1 തന്നെ കിട്ടും. ഈവൺ ആണെങ്കിൽ പ്ലസ് കിട്ടും. അതായത് -1നെ ഓഡ് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1 തന്നെ കിട്ടും. സോ -1/9. അപ്പോൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ നിന്ന് അത് മൈനസ് ചെയ്യുക. സോ എന്ത് കിട്ടും? 8 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുക. 8 ആണ് നമുക്ക് റിമൈൻഡർ ആയി കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? അതായത് സെയിം കോൺസെപ്റ്റ് ആണ്. 2⁴ ആണുള്ളത്. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എന്താണ്? 243 ആകുമ്പോൾ നമുക്കറിയാം 2³ ആണെന്ന് അറിയാം. ഇതെത്രയാണ്? 243 ആകുമ്പോൾ ഉള്ള വാല്യൂ ആണ്. പക്ഷേ ഇവിടെ എത്രയാണ്? 245 ആണുള്ളത്. സോ അങ്ങനെ വന്നാൽ നമ്മൾ മറ്റൊരു കാര്യം പഠിക്കണം. അതായത് a⁻m × a⁻n. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? a⁻m × a⁻n വന്നാൽ a⁻m+n ആണ്. നമ്മൾ നേരത്തെ പഠിച്ച എന്താ? a⁻m⁴n. ഇങ്ങനെ വന്നാൽ എന്താ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. a⁻m × n ആണ്. അതല്ല a⁻m × a⁻n ആണെങ്കിൽ നമ്മൾ രണ്ടും ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് 2⁴ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ അറിയാം. അതായത് 2³ ആണെന്ന് നമുക്ക് എഴുതാൻ അറിയാം. അപ്പോൾ എത്ര കിട്ടി? 243 ആണ് കിട്ടുക. പക്ഷേ ഇവിടെ എത്രയാണുള്ളത്? 245 ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബാക്കി എത്ര വാല്യൂ ഉള്ളത്? ബാക്കി 2 ആണുള്ളത്. 45 43 മൈനസ് ചെയ്താൽ 2 ആണ്. അപ്പോൾ ഇവിടെ 2² ചെയ്യാം. അതായത് ഇതെന്താണ് മീൻ ചെയ്യുന്നത്? 2⁴ × 2⁴ ആണ്. സോ ഇതെന്താണ്? നമ്മളിതാ ഈ റൂൾ വെച്ച് നോക്കിയാലോ? ഈ റൂൾ വെച്ച് നോക്കിയാൽ എന്താ? 2⁴ + 2 ആണ്. സോ 245 ആണ് കിട്ടുക. സോ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇത്രയും വാല്യൂ ഇതിന് നമുക്ക് എന്താ? 3² അതായത് 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 8⁻81 / 9. അതിൻ്റെ കൂടെ ഇൻറ്റു നമുക്ക് എന്തുണ്ട്? എത്രയാണ്? 2². അത് എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കിതാ നമ്മളെ മൂന്നാമത്തെ റൂൾ പഠിച്ചില്ലേ? എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കട്ട് ചെയ്യാം. സോ എന്താ? ഇതിനെ കട്ട് ചെയ്താൽ നമുക്കറിയാം എന്താ? -1 ആണ്. അതായത് പവർ -81 ആണ്. ഓഡ് വാല്യൂ ആണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. പിന്നെ ഇവിടെ 4 ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ × 4 ചെയ്യുക. / 9 ഇടുക. അതേപോലെ ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? -1ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എന്താ? ചെറിയ വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ തന്നെ റിമൈൻഡർ ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4 തന്നെ എടുക്കുക. ആദ്യത്തേൻ്റെ -1 കിട്ടി. സോ -1 × 4 എന്ത് കിട്ടും? -4 കിട്ടും. / 9 എന്ന് കിട്ടും. ഇനി നമ്മൾ പറഞ്ഞു ന്യൂമറേറ്ററിൽ മൈനസ് വന്നാൽ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ നിന്ന് ആ വാല്യൂ മൈനസ് ചെയ്യുക. സോ എന്ത് കിട്ടും? 9 - 4 5 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ 2-3 ടൈപ്പ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഫാക്ടോറിയൽ വരുന്നു. അപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ എന്താണെന്ന് നോക്കണം. എന്താണ് ഫാക്ടോറിയൽ? 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 2 ഫാക്ടോറിയൽ എന്താണ്? അതായത് 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1 × 2 × 3 ആണ് 3 ഫാക്ടോറിയൽ. ഇനി 4 ഫാക്ടോറിയൽ എന്താണ്? 1 × 2 × 3 × 4 ആണ് 4 ഫാക്ടോറിയൽ. അപ്പോൾ അതറിയില്ല നിങ്ങൾക്ക്? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 to 5 വരെ മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് നമ്മൾ ഫാക്ടോറിയൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 3⁻65 ഫാക്ടോറിയൽ ആണുള്ളത്. സോ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മളിവിടെ നോക്കിയാൽ 3⁻3 എന്താണ്? 3⁻3 എന്ന് പറയുന്നത് നമുക്കറിയാം 27 ആണെന്നറിയാം. അപ്പോൾ 3⁻4 എന്താണ്? 3⁻4 എന്ന് പറയുന്നത് 81 ആണ്. സോ ഡിനോമിനേറ്ററിൽ നമുക്ക് 80 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ 81 ആക്കിയാൽ നമുക്ക് നേരത്തെ റൂൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൽ 3⁻4. പക്ഷേ ഈ ഹോൾ റേഷ്യോ എത്രയാണ് നമ്മൾ ഇടുക? അത് നമ്മൾ നോക്കണം. അതായത് 3⁻4 ഹോൾ റേഷ്യോ എത്ര ഇടണമെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെ ഫൈൻഡ് ചെയ്തേ? അതായത് 65 ഫാക്ടോറിയൽ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ? പവറിനെ നമുക്ക് എത്ര പവറാണ് വേണ്ടത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര വാല്യൂ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ?
നമ്മളിപ്പോൾ 4 ഫാക്ടോറിയൽ എടുത്തു അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ എടുത്തു. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 1 × 2 × 3 × 4 × 5 ആണ്. ഡിവൈഡ് ബൈ 4 ചെയ്താൽ എന്താണ്, ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്കിതാ ഇതും കട്ടാവും. ഈ 2 വാല്യൂ കട്ടാവുന്നേ ഉള്ളൂ, ബാക്കി എല്ലാ വാല്യൂ അതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, 4 നമ്മൾ പുറത്തെടുത്താൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്, അതായത് 5 ഫാക്ടോറിയലിൽ നിന്ന് 4 ഡിവൈഡ് ചെയ്ത അത്ര വാല്യൂ ആണ് നമുക്ക് അവിടെ ഉള്ളത്. ക്ലിയർ? അപ്പോൾ 3⁴, അതായത് 65 ഫാക്ടോറിയൽ നമ്മൾ 4 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 65 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ആണുള്ളത്. മനസ്സിലായോ? 65 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ആണുള്ളത്. സോ എന്താ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് 65 ഫാക്ടോറിയൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പവർ വരിക, ഡിവൈഡ് ബൈ 80 എന്ന് വരും. ഇനി എന്ത് കിട്ടും, 81⁻65 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 80 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ റിമൈൻഡർ -1 എന്ത് കിട്ടും, -1/65 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ആണ് കിട്ടും, ഡിവൈഡ് ബൈ 80 ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് പവർ, ഞാൻ നേരത്തെ പറഞ്ഞു ഓഡ് പവർ ആണെങ്കിൽ മൈനസ് തന്നെ വരും, ഈവൻ പവർ ആണെങ്കിൽ പോസിറ്റീവ് വരും. സോ ഇത് മൈനസ് ആണോ ഓഡാണോ ഈവൺ ആണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം, ഓഡാണോ ഈവൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. അതായത് 65 ഫാക്ടോറിയലിനെ നമുക്ക് എന്താ 1 × 2 × അങ്ങനെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. 65 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × അങ്ങനെയല്ലേ പോവുക. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട്, ഒരു ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ എപ്പോഴും എന്തായിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും. ഒരു നമ്പറിനെ നമ്മൾ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. സോ എന്താ, ഇവിടെ 65 ഫാക്ടോറിയൽ എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അങ്ങനെ ഈവൻ നമ്പർ വന്നാൽ എന്ത് ചെയ്യും, -1 ഈവൻ നമ്പർ വന്നാൽ അത് പോസിറ്റീവ് 1 ആണ്. സോ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും, 1/80 കിട്ടും. 1/80 പറഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ക്ലിയർ? 1/80 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 1 ആണെന്ന് കിട്ടും. റിമൈൻഡർ = 1 ആണെന്ന് കിട്ടും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് CSAT എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ റിമൈൻഡർ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 65⁻87 ആണ്. സോ ഇവിടെ എങ്ങനെയാണ്, 65 × 65 അങ്ങനെ 87 ടൈംസ് 65 ഉണ്ട്, ഡിവൈഡ് ബൈ 63 ആണ്. സോ നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 കിട്ടും. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ് കിട്ടുക. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്ര ടൈംസ് 2 ഉണ്ടാവും, നമ്മൾ നേരത്തെ -1ഉം 1ഉം ഒക്കെയാണ് കിട്ടിയത്, പക്ഷേ ഇവിടെ 2 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക. അപ്പോൾ 2 എത്ര ടൈംസ് നമ്മൾ ഉണ്ടാവും, ഇപ്പോൾ എന്താ 65⁻2 ആണെങ്കിൽ 2 പ്രാവശ്യമാണ് 2 ഉണ്ടാവുക. ⁻3 ആണെങ്കിൽ 3 പ്രാവശ്യം 2 ഉണ്ടാവും. ഇവിടെ 87 ടൈംസ് 2 ഉണ്ടാവും. സോ 2⁻87 നമുക്ക് എഴുതാം, ഡിവൈഡ് ബൈ എന്താ 63 ആണെന്ന് എഴുതാം. ഇതാണ് നമുക്ക് റിമൈൻഡറായി കിട്ടുക. ഇനി നമ്മൾ മനസ്സിലാക്കണം 63. അപ്പോൾ 63 എന്ന് പറയുന്നത്, അതായത് 2⁻, ഇവിടെ നമുക്കൊരു റിലേഷൻ പഠിക്കണം. 2⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്. 2⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്, × 2, അപ്പോൾ 8 കിട്ടും. 2⁻4 എന്ന് പറഞ്ഞാൽ × 2 ചെയ്യുമ്പോൾ 16. 2⁻5 എന്ന് പറഞ്ഞാൽ എന്താ 32. 2⁻6 എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁻6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 64 ആണ് കിട്ടുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ 63, ന്യൂമറേറ്ററിൽ നമ്മൾ 64 ആക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യാം, 2⁻6 എന്നുള്ള ഫോമിലാക്കണം. 2⁻6 എന്ന ഫോമിലാക്കിയാൽ അതിൻ്റെ പവർ എന്ത് വരും, അതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, 87 നമ്മൾ ഏതാ വാല്യൂ ആണ് 6, 87/6 ചെയ്താൽ മതി. അപ്പോൾ 87/6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 1 കിട്ടും, ബാക്കി എത്രയാണ് 27. സോ ഡിവൈഡ് ബൈ 6 ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, 87 ഡിവൈഡ് ബൈ 6. സോ എന്ത് കിട്ടും, ബാക്കി 27. അതായത് ഇവിടെ എന്താ റിമൈൻഡർ വരും. സോ നമുക്കെന്താ 87 ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കെന്ത് കിട്ടും, × 14 ചെയ്താൽ, അതായത് 14 × 6 ചെയ്താൽ എന്ത് കിട്ടും, 84 ആണെന്ന് കിട്ടും. മനസ്സിലായോ? അതായത് 6 കൊണ്ട് നമ്മൾ 87 കറക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 6 × 14 ചെയ്താൽ നമുക്ക് 84 ആണെന്ന് കിട്ടും. സോ നമ്മൾ ഇതിൻ്റെ പവർ എന്തിടുന്നു, 14 എന്ന് ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടി, ഇത്രയും ചെയ്ത വാല്യൂ എന്താണ്, 2⁻84 ആണ്.
പക്ഷേ എന്താണ് ബാക്കി എത്രയായി? നമുക്ക് 87 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? 2 ഇൻറ്റു 2 റേസ് ടു റിമൈനിങ് വാല്യൂ 2 ക്യൂബ് അങ്ങനെ ഇടാം. ക്ലിയർ? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല ഇങ്ങനെ അത് ഇടുക. ഇനി എന്താ? ഡിവൈഡ് ബൈ 64 എന്ന് ഇടാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന സെയിം കാര്യങ്ങളാണ്. ഈക്വൽ ടു എന്ത് കിട്ടും? 2 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 64 റേസ് ടു 14 ഇൻറ്റു 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഡിവൈഡ് ബൈ 64. സോ എന്താ? ഇത് 63 ആണ്. സോറി, ഇത് 64 ഡിവൈഡ് ബൈ എത്രയാണ്? 63 ഡിവൈഡ് ബൈ 63 ആണ് കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? ഇവിടെ 64 ആണ്. അപ്പോൾ ഇവിടെ 1 കിട്ടും. 64ൻ്റെ എന്താ? 1 ആണ് കിട്ടുക. സോ 1 റേസ് ടു 14 ചെയ്താൽ 1 തന്നെയാണ്. ഇൻറ്റു എന്താ? 8 ഡിവൈഡ് ബൈ 63 കിട്ടും. സോ 1 ഇൻറ്റു 8 തന്നെ കിട്ടും. ഡിവൈഡ് ബൈ 63. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ റൂൾ സ്മോളർ ബൈ ബിഗ്ഗർ ചെയ്താൽ സ്മോളർ തന്നെയാണ് റിമൈൻഡർ. സോ ആൻസർ എന്ന് പറയുന്നത് 8 തന്നെയാണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ 65 റേസ് ടു 87 ആണ് ചെയ്തത്. സോ 65 റേസ് ടു നമുക്കറിയാം 65 എന്ന് പറയുന്നത് 65 റേസ് ടു 87. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? നമ്മൾ ന്യൂമറേറ്ററൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 ആണ് കിട്ടുക. അപ്പോൾ 2 റേസ് ടു 87 കിട്ടി. ഇനി നമുക്ക് 2 റേസ് ടു 87 നമുക്ക് എന്ത് എഴുതാം? 2 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 64 ആണ്. അതേ റേസ് ടു 14 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 2 റേസ് ടു 84 ആണെന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റു 2 ക്യൂബും കൂടെ ചെയ്താൽ നമ്മൾ 2 റേസ് ടു 87 കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇതുവരെ നമ്മൾ പഠിച്ചത് ന്യൂമറേറ്ററിൽ ഇപ്പോൾ +1 വന്നു, -1 വന്നു, മാക്സിമം നമ്മൾ 2 വരുന്നവരെ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂമറേറ്ററിൽ നമുക്കിപ്പോൾ വലിയ വാല്യൂ വന്നാൽ റിമൈൻഡർ എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വലിയ വാല്യൂ വന്നാൽ, അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ന്യൂമറേറ്ററിൽ നമ്മൾ 73/7 വന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം? ന്യൂമറേറ്ററിൽ ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 8 വന്നാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ? 8 സ്ക്വയർ എന്നൊക്കെ വന്നാൽ എന്ത് ചെയ്യും? 8 സ്ക്വയർ എന്ന് വന്നാൽ 64 ആണ് വരിക. സോ ആ മെത്തേഡൊന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്താണ്? യൂളേഴ്സ് തിയറം എന്ന് പറയും. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് യൂളേഴ്സ് തിയറം. അപ്പോൾ ഈ യൂളേഴ്സ് തിയറം വെച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ യൂളേഴ്സ് തിയറം പറയുന്നത് ആദ്യം നമ്മൾ എന്താ? നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? 73 റേസ് ടു 92 ഡിവൈഡ് ബൈ നമുക്കൊരു 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്കിത് സാധാരണ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പഠിച്ച മെത്തേഡ് കൊണ്ട് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് യൂളേഴ്സ് തിയറം യൂസ് ചെയ്യാം. അപ്പോൾ യൂളേഴ്സ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2-3 കാര്യങ്ങൾ ഇവിടെ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് യൂളേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ 2 നമ്പർ കോപ്രൈം ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു കോപ്രൈം എന്താണ്? ഈ 2 വാല്യൂവും തമ്മിൽ എന്താ? ഒന്നെന്ന വാല്യൂ മാത്രമേ കോമൺ ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരു വാല്യൂ ഇതിൻ്റെ കോമൺ ടേം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് കോപ്രൈം എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ 73ഉം 7ഉം ഇത് കോപ്രൈം ആയിരിക്കണം. എന്താണ്? കോപ്രൈം ആയിരിക്കണം. ഈ 2 വാല്യൂ കോപ്രൈം ആയിരിക്കണം. അതാണ് ഫസ്റ്റത്തെ കോൺസെപ്റ്റ്. അപ്പോൾ അത് ഓക്കെയാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ യൂളേഴ്സ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? കോപ്രൈം ആണോ നോക്കുക. 2 വാല്യൂ കോപ്രൈം ആണ്. അങ്ങനെ വന്നാൽ എന്താ? യൂളേഴ്സ് ഫാക്ടർ നോക്കുക. യൂളർ ഫാക്ടർ എന്താണ്? യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ n ആണെങ്കിൽ യൂളേഴ്സ് ഫാക്ടർ എന്ന് പറയുന്നത് n ഇൻറ്റു 1 - 1/n ആണ്. n ഇൻറ്റു 1 - 1/n ആണ്. സോ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു 1 - 1/7. സോ എന്ത് കിട്ടും? 7 ഇൻറ്റു എന്ത് കിട്ടും? 6/7 കിട്ടും. അതായത് ഇതെങ്ങനെയാണ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 - 1 6, 6/7 കിട്ടും. ഈക്വൽ ടു എന്ത് കിട്ടും? 6 ആണെന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്താ? യൂളർ ഫാക്ടർ എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടി. അപ്പോൾ മറ്റൊരു കാര്യം പഠിക്കണം. ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. നമ്മൾ ഈ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈം നമ്പർ ആണെങ്കിൽ, പ്രൈം ആണെങ്കിൽ, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പ്രൈം ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യൂളർ ഫാക്ടർ കിട്ടും. യൂളേഴ്സ് ഫാക്ടർ കിട്ടും. ഇനി പ്രൈം നമ്പർ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ
7 ആണുള്ളത്, പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമുക്ക് 1 മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. സോ അങ്ങനെ 2 കണ്ടീഷനായി. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് യൂളർ ഫാക്ടർ എത്ര കിട്ടി? 6 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ പവർ, അടുത്തത് യൂളർ ഫാക്ടർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ പവർ എന്താണ്? ആ പവറിനെ ഡിവൈഡ് ബൈ നമ്മളെ യൂളർ ഫാക്ടർ ചെയ്താൽ 6, പവർ ഡിവൈഡ് ബൈ യൂളർ ഫാക്ടർ അല്ലെങ്കിൽ യൂളേഴ്സ് ഫാക്ടർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 92 ആണ്. അതേ ഡിവൈഡ് ബൈ നമ്മളെ യൂളർ ഫാക്ടർ എന്താ? 6 ചെയ്യാം. സോ ഇപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നോക്കുക. നമുക്കറിയാം 90നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമൈൻഡർ ഈക്വൽ ടു 2 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പവറിനെ യൂളർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ എത്രയാണ്? ഇപ്പോൾ 2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പവർ ഈ 70 ഈ പവറിന് പകരം ഇടുക. അതായത് 92ന് പകരം നമുക്കിപ്പോൾ കിട്ടിയ റിമൈൻഡർ ഇടുക. സോ എന്ത് കിട്ടും? 73/2 ഡിവൈഡ് ബൈ 7 എന്ന് ഇടാം. ക്ലിയർ? ഇപ്പോൾ ഇനി നമുക്ക് സിമ്പിളായി ചെയ്യാമല്ലോ. അതായത് 73 × 73 ഡിവൈഡ് ബൈ 7. ഫസ്റ്റത്തെ ഇവിടെ ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണ്, ഇവിടെ ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണ്. സോ 3 × 3 9 കിട്ടും ഡിവൈഡ് ബൈ 7. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ ഈക്വൽ ടു നമുക്ക് 2 ആണെന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂളേഴ്സ് തിയറം വെച്ച് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂളേഴ്സ് തിയറം വെച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ എന്താ പ്രൈം നമ്പറാണ് ഡിനോമിനേറ്ററിൽ വന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മെത്തേഡ് വെച്ച് ചെയ്യാം. ഇപ്പോൾ പ്രൈം നമ്പർ അല്ല, 16 എന്നത് കോമ്പോസിറ്റ് നമ്പറാണ്. സോ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റത്തെ ഇത് കോപ്രൈം ആണെന്ന് നോക്കണം. അതായത് 13 ആൻഡ് 16 കോപ്രൈം ആണോ എന്ന് നോക്കാം. കോപ്രൈം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ 13ഉം 16ഉം തമ്മിൽ കോമൺ ആയിട്ട് നമുക്ക് ഒരു വാല്യൂ ഇല്ല. 13ഉം 16ഉം തമ്മിൽ കോമൺ ആയിട്ട് നമുക്ക് ഏതാ? 1 മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ അതെന്താണ്? അത് കോപ്രൈം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു കോപ്രൈം എന്താണ്. 13ഉം 16ഉം തമ്മിൽ എന്താ വേറെ വാല്യൂവിൻ്റെ ബന്ധമൊന്നും ഇല്ലല്ലോ. ഒന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മാത്രമേ ഈ 2 വാല്യൂ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന ടേമിന് നമുക്ക് എന്താ? കോപ്രൈം ആണെന്ന് പറയാം. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂളേഴ്സ് തിയറം വെച്ച് ചെയ്യാം. സോ സെക്കൻഡ് എന്ത് ചെയ്യാം? സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ യൂളർ നമ്പർ കണ്ടുപിടിക്കുക. അതായത് ഡിനോമിനേറ്ററിൻ്റെ യൂളർ നമ്പർ കണ്ടുപിടിക്കുക. അതായത് 16ൻ്റെ യൂളർ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 16ൻ്റെ യൂളർ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ പ്രൈം നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും മൈനസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ 16ൻ്റെ യൂളർ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കുന്നുണ്ട് നമ്മൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 16 എന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്ക് 2 നമ്പറിനെ മൾട്ടിപ്ലൈ ആയി എഴുതാൻ പറ്റും. അതായത് എന്താ? 16 എന്ന് പറയുന്നത് 2 × 8 ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ 16 നമ്മൾ പ്രൈം നമ്പറിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അതായത് ഇത് നോക്കിയേ 2 × 8. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? 2 × 8 എന്ന് പറഞ്ഞാൽ എന്താ? 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 ആണ്. 2⁴ ആണ്. ക്ലിയർ? 8 എന്ന് പറഞ്ഞാൽ 2⁴ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ 2 എടുത്താൽ മതി. അതായത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? n × അതായത് 16 എന്ന വാല്യൂവിൻ്റെയാണ് യൂളർ നമ്പർ കണ്ടുപിടിക്കുക. 1 - 1 ഇവിടെ കിട്ടിയ വാല്യൂ നമ്മൾ എടുക്കുക 2. എന്ത് കിട്ടും? 16 × ഇത് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യുമ്പോൾ 1/2 കിട്ടും. സോ 8 ആണ് യൂളർ നമ്പറായിട്ട് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഈ യൂളർ നമ്പർ എടുക്കുന്നത് മനസ്സിലാക്കണം. അതായത് പ്രൈം നമ്പർ വന്നാൽ ഞാൻ പറഞ്ഞു 1 മൈനസ് ചെയ്താൽ മതി. അല്ലാത്ത നമ്പർ വന്നാൽ അതിൻ്റെ എന്താ? പ്രൈം നമ്പറിലേക്ക് അത് മാറ്റി എഴുതാം. ഇവിടെ എല്ലാ വാല്യൂ 2 ആയതുകൊണ്ട് നമ്മൾ എന്താ? ഒരു 2 മാത്രം എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ആ നമ്പർ ഏതാ? 16. എന്നിട്ട് 1 മൈനസ് നമുക്ക് കിട്ടിയ വാല്യൂ 1 നമുക്ക് കിട്ടിയ വാല്യൂ 2 ആണ്. സോ 1/2 എന്ന് എഴുതാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യൂളർ നമ്പർ കിട്ടും. ഇനി എന്താ? യൂളർ നമ്പർ കിട്ടിയ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ പവറിനെ, അതായത് 234 എന്ന പവറിനെ നമ്മൾ യൂളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? റിമൈൻഡർ എന്ത് കിട്ടും? നമുക്കറിയാം 232നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ റിമൈൻഡർ 2 ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? 13, അതായത് റിമൈൻഡർ കിട്ടുന്ന വാല്യൂ നമുക്ക് മറ്റു പവറിനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ 234ന് പകരം നമുക്ക് ഈ 2 ഇടാം, ഡിവൈഡ് ബൈ 16 ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ഇത് ചെയ്താൽ നമുക്ക് -3 കിട്ടും. സോ എന്താ? -3 × -3 ആണ്. കാരണം പവർ 2 വന്നില്ലേ? 16. സോ -3 × -3 എന്താ? പോസിറ്റീവാണ് കിട്ടുക. 9, 16/9 കിട്ടും. സോ നമ്മളെ ഫസ്റ്റത്തെ റൂളാണ് സ്മോളർ ബൈ ബിഗർ ചെയ്താൽ സ്മോളർ ആണ് റിമൈൻഡർ. സോ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 9 ആണ് റിമൈൻഡർ കിട്ടുക.
ക്ലിയർ? 9 ആണ് നമുക്കിവിടെ റിമൈൻഡറായി കിട്ടുക. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 9 ആണ് ഇവിടെ റിമൈൻഡറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെയും നമുക്ക് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പോൾ ആദ്യം ഇത് പ്രൈം നമ്പർ കോപ്രൈം ആണോ നോക്കാം. സോ 12ഉം 17ഉം കോപ്രൈം ആണോ? അതായത് 1 എന്ന നമ്പർ മാത്രമേ ഇതിൽ കോമൺ ആയിട്ടുള്ളൂ. സോ ഇത് കോപ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. സോ സെക്കൻഡ് ടൈം എന്താണ്, നമുക്ക് ഈ 12ൻ്റെ യൂലേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ 12 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 6 എന്ന് എഴുതാം. അപ്പോൾ 2 × 6 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 സ്ക്വയർ വന്നു, × 3 വന്നു. ഇവിടെ 2ഉം 3ഉം വന്നു, 2 നമ്പർ വന്നു. നേരത്തെ 2⁴ വന്നിരുമ്പോൾ 2 മാത്രമാണ്. ഇപ്പോൾ 2ഉം 3ഉം വന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ യൂളർ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 12 × 1 - 1 എത്രയാണ്? 2 എടുക്കുക. ആദ്യം 2 എടുക്കുക, × 1 - 1/3 എന്ന് എടുക്കുക. ഇനി 4 നമ്പർ വന്നാൽ, ഇപ്പോൾ 2 × 3 × 5 വന്നാൽ എന്താ, ഇതിൻ്റെ കൂടെ 1 - 1/5 കൂടി ഇടാം. അതില്ലാത്തതുകൊണ്ട് നമുക്കത് വേണ്ട. 2 നമ്പറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ 2 നമ്പർ ഇടാം. ക്ലിയർ? അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × ഇവിടെ എന്ത് കിട്ടും? 1/2 കിട്ടും. 12 × 1/2 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 3 2/3 എന്ന് കിട്ടും. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ 6. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ യൂളർ ഫാക്ടർ എന്ത് കിട്ടും? 4 ആണെന്ന് കിട്ടും. യൂളർ ഫാക്ടർ 4 ആണെന്ന് കിട്ടിയാൽ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ പവർ 234 / 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. റിമൈൻഡർ 2 കിട്ടിയാലോ, അതായത് റിമൈൻഡർ കിട്ടുന്ന വാല്യൂ നമുക്ക് എന്താ, നാലാമത്തെ സ്റ്റെപ്പാണ്. 17 ആ റിമൈൻഡർ എടുക്കുക, 2 എടുക്കുക, /12 എടുക്കുക. സോ എന്ത് കിട്ടും? ഇവിടെ 5 ആണ് കിട്ടുക. 5 × 5 എന്ന് കിട്ടും, /12. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 25/12. അപ്പോൾ 25/12 ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് കിട്ടും. അല്ലേ? 12 × 2 ആണ് 24. അപ്പോൾ റിമൈൻഡർ ഇവിടെ 25 ആയതുകൊണ്ട് നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? അതായത് ഇവിടെ നമ്മൾ നേരത്തെ ഒരു പവർ മാത്രമേ ഉള്ളൂ, ഇവിടെ 2 പവർ ഉണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ വാല്യൂവിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോ കൂടെ കാണാം. അതായത് ഈ കഴിഞ്ഞ 2 ക്ലാസ്സിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. കാരണം എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. അതൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് അത് നോക്കിയിട്ട് ഇത് കാണാം. സോ നമുക്ക് എങ്ങനെയാണ് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാം? അതായത് ഇവിടെ 2 ആണുള്ളത്. അപ്പോൾ 2ൻ്റെ മാത്രം നമ്മൾ എടുത്താൽ മതി. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അതായത് 32ൻ്റെ യൂണിറ്റ് പ്ലേസ് കാണണമെങ്കിൽ നമ്മൾ ആ 2 മാത്രം എടുക്കുക. അതിൻ്റെ പവറിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പവറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 35⁻33 ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ ഇവിടെ എന്താണ് കിട്ടും? അതായത് 35⁻33. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ യൂളേഴ്സ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. യൂളേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂളേഴ്സ് തിയറം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4⁻2 ചെയ്താൽ കിട്ടുമോ? ഇല്ല. സോ യൂളേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. യൂളേഴ്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4ഉം 35ഉം എന്താണ്? കോപ്രൈം ആണോ? കോപ്രൈം ആണ്. കാരണം കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റത്തെ ഓക്കെ ആണ്, കോപ്രൈം ആണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? നമ്മൾ 4ൻ്റെ യൂളർ നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ 4ൻ്റെ യൂളർ നമ്പർ കണ്ടുപിടിക്കാൻ എന്താ, ഇത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് നമുക്കറിയാം 2 × 2 ആണ് 4. സോ ഇവിടെ എന്താണ്, ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് എങ്ങനെ കോപ്രൈം യൂളർ ഫാക്ടർ കണ്ടുപിടിക്കാം? 4 × ബ്രാക്കറ്റിനകത്ത് 1 - 1/2 ചെയ്യാം. അപ്പോൾ ഇതെന്ത് കിട്ടും? 4 × 2/1/2. 4 × 1/2. സോ എന്താ, യൂളർ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 ആണെന്ന് കിട്ടും. അപ്പോൾ യൂളർ ഫാക്ടർ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പവറിനെ യൂളർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
33/2 ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ 1 ആണെന്ന് കിട്ടും. സോ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ 35 പവറിന് പകരം നമ്മൾ ഇപ്പോൾ കിട്ടിയ റിമൈൻഡർ കൊടുക്കുക 1 /4 ഇടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35/4 ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. കാരണം 32ൽ കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ റിമൈൻഡർ 2 കിട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് റിമൈൻഡർ 2 കിട്ടിയാൽ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? യൂണിറ്റ് ഡിജിറ്റാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ റിമൈൻഡർ 2 ആണ് കിട്ടിയത്. അപ്പോൾ 2 കിട്ടിയാൽ സോ റിമൈൻഡർ ഇവിടെ 3 ആണ്. കാരണം 32ലാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ റിമൈൻഡർ 3 അല്ലേ കിട്ടുക? 32/4 ആണ് കംപ്ലീറ്റ് ഡിവിസിബിൾ ആവുന്നത്. അപ്പോൾ 35 വരുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്മൾക്ക് 2³ ആണ് കിട്ടുക. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലേ യൂണിറ്റ് ഡിജിറ്റിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂബ് വന്നുകൊണ്ട് 2³ ആണ്. 2³ എന്ന് പറയുന്നത് 8 ആണ്. 2³ എന്ന് പറയുന്നത് 8 ആണ്. സോ യൂണിറ്റ് പ്ലേസിൽ നമുക്ക് എന്ത് കിട്ടും? 8 ആണ് വാല്യൂ കിട്ടുക. ആൻസർ എന്താണ്? 8. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ എ ഡിവിഷൻ ദ ഡിവൈസർ ഈസ് 3 times ദ ക്വഷ്യന്റ് ആൻഡ് 6 times ദ റിമൈൻഡർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ക്വഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, നമ്മളിത് നേരത്തെ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട എന്താണ്? ഇഫ് ദ റിമൈൻഡർ ഈസ് 2, റിമൈൻഡർ 2 ആണ്. സോ നമുക്ക് എന്താ? റിമൈൻഡർ 2 ആണെന്ന് തന്നു. ദെൻ ഡിവിഡൻ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂ ആണ് ഡിവിഡൻ്റ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ പറയുന്നത് എന്താ? ഡിവൈസർ ഈസ് 3 times ദ ക്വഷ്യന്റ്. അപ്പോൾ ഡിവൈസർ എന്ന് പറയുന്നത് ക്വഷ്യൻ്റെ 3 times ആണ്. ആൻഡ് 6 times ദ റിമൈൻഡർ. അപ്പോൾ ഡിവൈസർ എന്ന് പറയുന്നത് റിമൈൻഡറിൻ്റെ 6 times ആണ്. അപ്പോൾ റിമൈൻഡർ 2 തന്നാൽ ഡിവൈസർ എന്താണ്? ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പോൾ ഡിവൈസർ എന്ന് പറയുന്നത് 12 ആണ്. അത് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അതായത് ഡിവൈസർ എന്ന് പറയുന്നത് 3 times ക്വഷ്യൻ്റെ 3 times ആണ് റിമൈൻഡർ. സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ക്വഷ്യന്റ് ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 12 കിട്ടും. അപ്പോൾ 12/3 ചെയ്താൽ നമുക്ക് ക്വഷ്യന്റ് കിട്ടില്ലേ? അപ്പോൾ 12/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 ആണെന്ന് കിട്ടും. സോ ഇത്രയും സിമ്പിൾ അല്ലേ? 12 × 4 ചെയ്താൽ 48 കിട്ടും. പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 50 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 50 ആണ്. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഓൺ ഡിവൈഡിങ് എ സെർട്ടൈൻ നമ്പർ ബൈ 342 വി ഗെറ്റ് 47 ആസ് റിമൈൻഡർ. അപ്പോൾ ഇവിടെ എന്താ? 47 ആണ് റിമൈൻഡർ കിട്ടുക. ഇഫ് സെയിം നമ്പർ ഈസ് ഡിവൈഡ് ബൈ 18, അപ്പോൾ ഈ സെയിം നമ്പർ 18 വെച്ച് ഡിവൈഡ് ചെയ്താൽ വാട്ട് വിൽ ബി റിമൈൻഡർ? അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് ഒരു നമ്പർ നമുക്ക് n എന്ന് എടുക്കാം. ഒരു നമ്പർ n എന്ന് എടുത്താൽ ആ നമ്പറിനെ ഇവിടെ എന്താ പറയുക? ഓൺ ഡിവൈഡിങ് എ സെർട്ടൈൻ നമ്പർ ബൈ എത്രയാണ്? 342. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സെയിം സാധനമാണ്. എന്താണ്? ഡിവിഡൻഡ് ഈക്വൽ ടു എന്താണ്? ഡിവൈസർ പ്ലസ് ക്വഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു നമ്പർ, അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? സെർട്ടൈൻ നമ്പർ ബൈ എത്രയാണ്? 342 കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈസർ എത്രയാണ്? 342 ഇൻറ്റു ക്വഷ്യന്റ് വി ഗെറ്റ് 47 ആസ് റിമൈൻഡർ. ക്വഷ്യന്റ് നമുക്കറിയില്ല, 47 റിമൈൻഡർ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അപ്പോൾ എന്താണ് നമ്പർ എന്ന് പറയുന്നത്? എന്താണ്? 342x + 47 ആണ് നമ്മുടെ നമ്പർ. ആ നമ്പറിനെ നമ്മൾ 18 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടുന്നതാണ് ചോദിക്കുന്നത്. സോ എന്താ? നമുക്കിതാ ഇവിടെ നോക്കിയാൽ എന്താ? 18ഉം നമ്മൾ നേരത്തെ ചെയ്തില്ലേ? എന്താ? നടുക്ക് പ്ലസ് വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? സെപ്പറേറ്റ് ആയി ചെയ്യാം. അപ്പോൾ 18നെ നമുക്ക് എന്താ? 342 കൊണ്ട് കറക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്രയാ? 1 9 19 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ റിമൈൻഡർ വരില്ല. സോ ഫസ്റ്റ് ടേമിൽ റിമൈൻഡർ വരില്ല, റിമൈൻഡർ 0 ആണ്. സെക്കൻഡ് ടേമിലോ 47ൽ നോക്കിയാലോ, അതായത് 18 × 2 36 ആണ്. അപ്പോൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വരും, 11 വരും. സോ ഫസ്റ്റത്തെ 0 ആണ്, സെക്കൻഡ് 11 വരും. അപ്പോൾ ടോട്ടൽ റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 11/18 കിട്ടും. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. ഓക്കെ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ 11 ആണ്. ക്ലിയർ? ഇനി നമുക്ക് കഴിഞ്ഞ 2023, അതായത് നമ്മളെ CSAT ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയത് 2023 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇവിടെ നോക്കിയാലേ ഇതാ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 85 ഇൻറ്റു 87 ഇൻറ്റു 89 ഇൻറ്റു 91 ഇൻറ്റു 95 ഇൻറ്റു 96 ഇത്രയും നമ്പറിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എന്താണെന്ന് ചോദിക്കുന്നു. സോ എന്താ നമ്മൾ നേരത്തെ പഠിച്ചു എന്താ ഡിനോമിനേറ്ററുള്ള വാല്യൂവിനെ നമ്മൾ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതെന്താണ് റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. 95നെ 5 കൊണ്ട് ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും? 19 കിട്ടും. ഇതിനെ 5 കൊണ്ട് ചെയ്താൽ നമുക്ക് 20 ആണെന്ന് കിട്ടും. അടുത്ത 20നെ നമുക്ക് 5 കൊണ്ട് ചെയ്താൽ എന്ത് കിട്ടും? 4 ആണെന്ന് കിട്ടും. ഇവിടെ 85നെ നമുക്ക് 5 കൊണ്ട് ചെയ്താം, അപ്പോൾ 17 ആണെന്ന് കിട്ടും. ഇനി ഇതാ ഇവിടെ 4 ആണുള്ളത്. അപ്പോൾ ഈ 4നെ നമുക്ക് എന്ത് ചെയ്യാം? 96 കൊണ്ട് 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എന്ത് കിട്ടും? 24 ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് 100നെ കംപ്ലീറ്റ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയി നമുക്ക് ഡിനോമിനേറ്ററിനെ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ റിമൈൻഡർ എന്താ? 0 ആയിരിക്കും. സോ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയത്. റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, ഇഫ് ടുഡേ ഈസ് സൺഡേ ദെൻ വിച്ച് ഡേ ഈസ് ഇറ്റ്സ് എക്സാക്ട്ലി വൺ എന്താ 10⁻10th ഡേ. അതായത് ഇത് കലണ്ടറിലെ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ എന്താ നമ്മൾ കലണ്ടറിൻ്റെ കാര്യങ്ങളും അറിയണം, അതുപോലെ റിമൈൻഡർ തിയറോ അറിയണം. സോ നമ്മൾ നോക്കാം. അതായത് 10⁻10th ഡേ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഒരു കാര്യം അറിയാം, ഇന്ന് സൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ദിവസം എന്തായിരിക്കും? 8ാമത്തെ ദിവസം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതായത് 8/7 ചെയ്താൽ മതി. അതായത് ഇന്ന് സൺഡേ ആണെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ട് സൺഡേ ആയിരിക്കും. 8ാമത്തെ ദിവസം എന്താ? ഇതിൻ്റെ റിമൈൻഡർ 1 ആണ്, അപ്പോൾ മൺഡേ ആയിരിക്കും. 9th ഡേ എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. കാരണം 9/7 ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. സോ സൺഡേന്ന് +2 കൂട്ടിയാൽ മൺഡേ ട്യൂസ്ഡേ കിട്ടും. നമുക്കത് കലണ്ടർ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇങ്ങനെയാണ് നമ്മൾ കലണ്ടർ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, 10⁻10 ആണുള്ളത്. അത്രയും ഡേയ്സ് കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഡേ എന്ന് ചോദിക്കുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ യൂളർ തിയർ അപ്ലൈ ചെയ്യാമല്ലോ. യൂളർ തിയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് കോപ്രൈം ആണോ? കോപ്രൈം ആണ്. കാരണം എന്താ? 7ഉം 10ഉം തമ്മിൽ ഒരു ബന്ധം, വലിയ ബന്ധമൊന്നുമില്ല, ഒന്നിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. സോ കോപ്രൈം ആണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് യൂളർ ഫാക്ടർ കണ്ടുപിടിക്കാം. 7 ഞാൻ പറഞ്ഞു പ്രൈം നമ്പർ ആയാൽ അതിൻ്റെ യൂളർ ഫാക്ടർ എന്താ? യൂളേഴ്സ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 7 - 1 ആണ്. സോ 6 ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ കാര്യം കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ പവറിനെ നമ്മൾ യൂളർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പവർ എന്താണ്? പവർ എന്ന് പറയുന്നത് 10 ആണ്. /6 ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 4 ആണെന്ന് കിട്ടും. അത് സിമ്പിളല്ലേ? അത് സിമ്പിളാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പവറിനെ, അതായത് നമുക്ക് എന്ത് കിട്ടി? നേരത്തെ പവർ 10 ആണ്. ആ പവർ മാറ്റിയിട്ട് ഇപ്പോൾ കിട്ടിയ പവർ റിമൈൻഡർ എടുക്കുക. സോ 10⁻, നേരത്തെ പവർ 10 ആയിരുന്നു, ഇപ്പോൾ റിമൈൻഡർ 4 കൊടുക്കുക, /7 കൊടുക്കുക. ക്ലിയർ? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 × 10 × 10 × 10 4 പ്രാവശ്യം 10 കിട്ടി, /7 കിട്ടി. സോ എന്താ ഫസ്റ്റത്തെ ചെയ്യുമ്പോൾ 10/7 റിമൈൻഡർ എത്രയാണ്? 3 ആണ് കിട്ടുക. സെക്കൻഡ് എത്രയാണ്? 3 ആണ് കിട്ടുക. തേർഡ് 3 ആണ്. ഫോർത്തും 3 ആണ്. സോ 4 പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 81 ആണെന്ന് കിട്ടും. 81 / എന്ത് കിട്ടും? 7 ആണെന്ന് കിട്ടും. 81 / 7 ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 77 വരെ നമുക്ക് എന്താ കംപ്ലീറ്റ് ആയി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബാക്കി റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. 81നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. സോ നമുക്ക് എന്താ കംപ്ലീറ്റ് റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ സൺഡേ കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞ ഡേ ആണ് നമുക്ക് കിട്ടുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. സോ എന്താ തേഴ്സ്ഡേ ആണ് നമുക്ക് കറക്റ്റായി ആൻസർ കിട്ടുക. സോ സൺഡേൻ്റെ കൂടെ +4 ചെയ്താൽ നമുക്ക് തേഴ്സ്ഡേ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതെന്താ 2023 ചോദിച്ചതാണ്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ സിമ്പിളായി ചെയ്തു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു 2023 തന്നെ. അപ്പോൾ ഇത്രയും സിമ്പിളായിരുന്നു 2023 ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ? ഇവിടെ വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് 2⁻192 ഈസ് ഡിവൈഡ് ബൈ 6? അപ്പോൾ 2⁻192 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നതാണ് ചോദിക്കുന്നത്. സോ നമുക്ക് 2⁻1 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. റിമൈൻഡർ = 2 കിട്ടും. അതുപോലെ 2⁻2 അതായത് എന്താ 4 ഡിവൈഡ് ബൈ 6 ഇത് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 2 ആണ്. എത്ര കിട്ടും? 2⁻2 എന്ന് പറയുന്നത് 4 ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടും. ഇനി 2³ അതായത്
ഡിവൈഡ് ബൈ 6 എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. അടുത്തത് 2⁴, അതായത് 16 ഡിവൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 4 കിട്ടും. ഇനി 2⁵ ചെയ്താലോ, 5/6 ചെയ്താൽ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ് കിട്ടുക. അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പാറ്റേൺ നോക്കിയേ, 2⁻1 വന്നാൽ 2 ആണ്, 2⁻2 വന്നാൽ 4 ആണ്, 2⁻3 വന്നാൽ 2 ആണ്, 2⁻4 വന്നാൽ 4 ആണ്. അപ്പോൾ 2ൻ്റെ പവർ ഓഡ് പവർ വന്നാൽ 2 ആണ് റിമൈൻഡർ കിട്ടുക. ഈവൻ പവർ വന്നാൽ എന്താ റിമൈൻഡർ കിട്ടുക? റിമൈൻഡർ 4 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി, ഓഡ് പവർ ആണെങ്കിൽ 2 ആണ് കിട്ടുക, ഈവൻ പവർ ആണെങ്കിൽ 4 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പവർ നോക്കിയേ, ഏതാണ്? ഓഡ് പവറാണ്, ഈവൻ പവറാണ്. അപ്പോൾ ഈവൻ പവർ ആയാലും എന്താണ്? 4 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെയും ഇത്രയും സിമ്പിളായിരുന്നു കാര്യം. ഇപ്പം നമ്മൾ 3 ക്വസ്റ്റ്യനാണ് ഇവിടെ ചെയ്തത്, 3 ക്വസ്റ്റ്യനാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എത്രയാണ്? 7.5 മാർക്ക് കിട്ടി. ഇപ്പോൾ ക്ലിയർ? അപ്പോൾ ഇത്രയും സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതും 2023 നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ നമ്പർ n ഈസ് ഫോംഡ് ബൈ റൈറ്റിംഗ് 9 for 99 ടൈംസ്. വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് n ഈസ് ഡിവൈഡ് ബൈ 13? അതായത് എന്താ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ 9 9 9 9 9 9 9, അപ്പോൾ ഇങ്ങനെ 99 ടൈംസ് 9 എഴുതുന്നു, ഡിവൈഡ് ബൈ 13 ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് n ഈസ് ഡിവൈഡ് ബൈ 13? അതായത് n എന്ന വാല്യൂ ആണ് നമ്മൾ ഈ 9 99 ടൈംസ് എഴുതുന്നത്. അപ്പോൾ അതിനെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നതാണ് നോക്കുന്നത്. സോ നമ്മളിവിടെ നോക്കിയാൽ ആദ്യം നമ്മൾ 9നെ മാത്രം നമ്മൾ ചെയ്യുന്നു, 9നെ മാത്രം നമ്മൾ 13 കൊണ്ട് ചെയ്യുന്നു, നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 9 കിട്ടും. ഇനി നമ്മൾ 99നെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യാം? 9നെ ചെയ്യുമ്പോൾ 9 കിട്ടി. ഇനി 99നെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 99നെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ 18 കിട്ടില്ലേ? അതായത് എങ്ങനെ കിട്ടും? 99, അതായത് 13 × 7 എന്താണ്? 13 × 7 91 ആണ്. 13 × 7 91 ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത്, ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് 8 ആണ് റിമൈൻഡർ കിട്ടുക. ക്ലിയർ? ഇനി 3 9 വന്നാൽ 999 ഡിവൈഡ് ബൈ 13. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുക? ആദ്യത്തെ 99 ചെയ്താൽ നമുക്ക് 8 ആണ് റിമൈൻഡർ കിട്ടുക. പിന്നെന്താ 89ൽ ചെയ്യണം. 89ൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഒരു വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ 14 ഡിവൈഡ് ബൈ 3. നമ്മൾ ആദ്യം 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ 14 എടുക്കാം. 14നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണം. എന്താ 12, അതായത് 3 × 4 ആണ് 12. അങ്ങനെ വരുമ്പോൾ ബാക്കി റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ക്ലിയർ? എന്നിട്ട് ചിലപ്പോൾ ഇതാ 141 ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഈ റിമൈൻഡർ കിട്ടിയ വാല്യൂ 1 1. അപ്പോൾ 21നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 9 എന്ന് പറയുന്നത് 3 പ്രാവശ്യം എഴുതിയാൽ 999 എഴുതിയാൽ ബാക്കി ലാസ്റ്റ് എന്താ? 99ൽ 8 ആണ് റിമൈൻഡർ, ബാക്കി 89 വരും. 89ൽ എത്ര വരും? 13 ചെയ്യുമ്പോൾ 89ൽ നമുക്ക് 11 വരും അല്ലേ? 89ൽ നമുക്ക് 11 ആണ് റിമൈൻഡർ വരിക. 89 ഡിവൈഡ് ബൈ 13 ചെയ്താൽ 11 റിമൈൻഡർ വരും. അടുത്തത് 4 പ്രാവശ്യം 9 വെച്ചാൽ ഡിവൈഡ് ബൈ 3 വെച്ചാൽ, അതായത് ഈ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇവിടെ 11 റിമൈൻഡർ വന്നു. ബാക്കി എത്രയാണ്? 119 ആണ്. 119നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 13 × 9 എന്താണ്? 13 × 9 117 ആണ്. സോ എന്താ ഇവിടെ റിമൈൻഡർ 4 പ്രാവശ്യം 9 വന്നാൽ റിമൈൻഡർ എന്താണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. ക്ലിയർ? ഇനി 5 പ്രാവശ്യം 9 വന്നാൽ 9999 ഡിവൈഡ് ബൈ 13 വന്നാൽ നമ്മൾ 4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം റിമൈൻഡർ ഇവിടെ 2 ആണ് കേട്ടോ. ഇനി 29 കിട്ടി. 29 കിട്ടിയാൽ എന്താ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 3 ആയിരിക്കും റിമൈൻഡർ വരിക. ക്ലിയർ? ഇനി 6 പ്രാവശ്യമാണെങ്കിൽ 999999 ഡിവൈഡ് ബൈ 13. 6 പ്രാവശ്യം വന്നാൽ 5 പ്രാവശ്യം വന്നാൽ നമുക്ക് റിമൈൻഡർ 3 ആണ് കിട്ടുക. അപ്പോൾ 6 പ്രാവശ്യത്തെ ബാക്കി എന്താ? 39 ആണുള്ളത്. അപ്പോൾ 39 എന്താണ്? 13 × 3 ആണ് 39. സോ എന്താ റിമൈൻഡർ ഇവിടെ 0 കിട്ടും. ക്ലിയർ? അപ്പോൾ അടുത്തതോ ഇനി നമ്മൾ 7 പ്രാവശ്യം നോക്കിയാൽ 999999. അതിൽ 6 പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് 0 കിട്ടി. ബാക്കി എന്താണ്? ഈ 9 മാത്രമാണ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ 9 കിട്ടും. പിന്നെ 8 പ്രാവശ്യം ആകുമ്പോൾ 99. സോ എന്താ ഈ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. മനസ്സിലായോ? 9 8 11 2 3 0
ഈ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ട് വരും. അങ്ങനെ എത്ര 9 ഉണ്ട് ടോട്ടൽ? 99 ടൈംസ് 9 ഉണ്ട്. ടോട്ടൽ നമ്മുടെ കയ്യിൽ 99 ടൈംസ് ആണ് 9 ഉള്ളത്. സോ നമ്മൾ നോക്കാം എന്താണ് ടോട്ടൽ 6 ടൈംസ് ചെയ്താൽ നമുക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. 6 ടൈംസ് ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ അങ്ങനെ എത്ര സൈക്കിൾ നമുക്ക് കിട്ടും? നമുക്കറിയാം എന്താ 16 × 6 ആണ് എത്രയാണ് 96 എന്ന് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് 6ൻ്റെ സൈക്കിൾ, അതായത് ആദ്യത്തെ 6 വരുമ്പോൾ നമുക്ക് ഈ സൈക്കിൾ കിട്ടി, പിന്നെ 12ാമത്തെ എത്തുന്നവരെ നമുക്ക് ഈ സൈക്കിൾ കിട്ടും. അങ്ങനെ 66 വരെ നമുക്ക് ഈ സൈക്കിൾ 6 ആ സൈക്കിൾ കംപ്ലീറ്റ് ആവും. ബാക്കി ലാസ്റ്റത്തെ 3 9 മാത്രം ബാക്കിയായിരിക്കും. ക്ലിയർ? അതായത് ഇവിടം വരെ 0 ആയിരിക്കും, ലാസ്റ്റത്തെ 3 9 മാത്രം ബാക്കിയായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 9നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 11 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ 11 ആണ് കിട്ടുക. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഒരു പാറ്റേൺ കിട്ടി. ആദ്യത്തെ ഒരു 9 മാത്രം ആകുമ്പോൾ 9 കിട്ടി, 2 9 ആകുമ്പോൾ 8 കിട്ടി, 3 9 ആകുമ്പോൾ 11 കിട്ടി, 4 ആകുമ്പോൾ 2, 5 ആകുമ്പോൾ 3, 6 ആകുമ്പോൾ 0 വന്നു. ഇനി 7 9 ആകുമ്പോൾ വീണ്ടും 9 വരും, 8 ആകുമ്പോൾ വീണ്ടും 8 വരും. അപ്പോൾ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ്? 99 9s ആണുള്ളത്. പക്ഷേ ഈ 6 6 6 എന്ന പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോയാൽ 96 വരെ നമുക്ക് ആ പേര് കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി ലാസ്റ്റത്തെ 3 9 മാത്രം ബാക്കി വരും. അപ്പോൾ അതിനെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാ ഈ 11 ആണ് ആൻസർ കിട്ടുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഇതും 2023 ചോദിച്ചത്. അപ്പോൾ ഇത് കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ കോൺസെപ്റ്റ് അറിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ ഇപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ നോക്കി, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ നോക്കിയത്. 2023 10 മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നോക്കി. ലാസ്റ്റ് കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം അല്ലേ 2023? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് 2025 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? ഇവിടെ നോക്കിയാൽ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് n? എന്നിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 7 ഈസ്, അതായത് ഇത് ഇൻറ്റു ആണ്, ഇത് ഇൻറ്റു ആണ്. സോ ഇത്രയും വാല്യൂ ഉണ്ട്. അതായത് 7 × 343 × 385 × 1000 × 2401 × 77777. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ 3/35n കൊടുക്കുന്നു. 35/n കൊടുത്താൽ എത്ര പ്രാവശ്യം നമുക്ക് എന്താ എന്നിന് ഏത് വാല്യൂ കൊടുക്കാമെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 35/n നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, 7/n × 5/n എഴുതാം. ക്ലിയർ? അതായത് ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ എന്താ ഡിനോമിനേറ്റർ നമ്മൾ കംപ്ലീറ്റ് കട്ടായി മാറ്റാൻ പറ്റണം. സോ നമുക്ക് ഈ 35 നമുക്ക് 7 × n എഴുതാം, ഇൻറ്റു 5, ഇത് 5 ആണ്, 5/n എഴുതാം. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ 37 പകരം ഞാനിവിടെ 35 പകരം ഞാൻ എന്ത് എഴുതുന്നു? 7/n എഴുതാം, ഇൻറ്റു 5/n എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ കംപ്ലീറ്റായി ഈ 2 വാല്യൂവിനെ കട്ട് ചെയ്ത് മാറ്റണം. സോ എന്താ എനിക്ക് 7നെ കട്ട് ചെയ്ത് മാറ്റാം, കാരണം ഇവിടെ 7 ഉണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് 7 ക്യൂബാണ്. ക്ലിയർ? ഇത് 7 ക്യൂബാണ്. അടുത്ത ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 7 × 5 ആണിത്. ഇതെന്താണ്? ഇത് 5 ക്യൂബാണ്. 5 ക്യൂബ് × 8 ആണ് അല്ലേ? അതായത് 5 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 125 × 8 ആണിത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ? 7/4 ആണിത്. ഇതെന്താണ്? 7 × 11 1 5 പ്രാവശ്യം 1 ആണ്. അപ്പോൾ ഇത്രയും നോക്കിയാൽ ഇവിടെ എത്ര പ്രാവശ്യം 7 ഉണ്ട്? 7 എന്ന് പറയുന്നത് നോക്കിയാൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 3 4 ആയി, പിന്നെ ഇതാ ഇവിടെ ഒരു 7 ഉണ്ട്. അതായത് 7 × 11 അല്ലേ, അപ്പോൾ 5 ആയി, പിന്നെ ഇതാ ഇവിടെ 4 7 ഉണ്ട്, അപ്പോൾ 9 ആയി, 10. ടോട്ടൽ 7 എന്ന് പറയുന്നത് 10 ഉണ്ട്. ഇവിടെ ഇനി എത്ര 5 ഉണ്ടെന്ന് നോക്കിയാൽ മതി. കാരണം എന്താ? നമ്മൾ n എന്ന് പറയുന്നതിന് മാക്സിമം എത്ര വാല്യൂ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 5 നോക്കിയല്ല, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെയും ഒരു 5 ഉണ്ട്, 3 5 ഉണ്ട്. സോ ടോട്ടൽ നമുക്ക് 5 എന്ന് പറയുന്നത് 4 5 മാത്രമാണ് ഉള്ളത്. സോ നമുക്കെന്താ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇട്ടാൽ പറ്റുമോ? 7/10 × 5/10 ഇട്ടാൽ നമ്മളിത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? ഇല്ല. പകരം ഇതിന് പകരം നമ്മൾ ഈ n-ന് പകരം ഇവിടെ നമ്മൾ 4 കൊടുക്കുന്നത് വിചാരിക്കാം. n-ന് പകരം നമ്മൾ 4 കൊടുത്താൽ ഇവിടെ 4 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു. അപ്പോൾ ഈ 7/4നെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതാ 5/4
അപ്പോൾ ഇതാ ഇവിടെ ഒരു 5 ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. സോ ഇത് കട്ട് ചെയ്ത് മാറ്റാം. സോ മാക്സിമം വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എത്രയാണ്? 5⁴ ആണ്, അല്ലെങ്കിൽ 7⁴ ആണ്. അതായത് 35⁴ ആണ് മാക്സിമം വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ മാക്സിമം n കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ്? 4 ആണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 4 ആണ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ വർഷം ചോദിച്ചത്. ക്ലിയർ? അപ്പോൾ 2023 നമ്മൾ നോക്കിയാൽ ഒരുപാട് 4 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ റിമൈൻഡർ തിയറം അത്രയും ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. റിമൈൻഡർ തിയറത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.